കോൺകോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തലശ്ശേരി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആന്റി റാഗിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോൺകോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി പരിപാടിക്ക് സ്വാഗതം പറയുകയും അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഞ്ജു തങ്കച്ചൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എനിക്ക് പറയാനുള്ളത് കുട്ടികളോടാണ്. ആന്റി റാഗിംഗ് ക്യാമ്പയിൻ ഈ കോളേജിൽ നടത്തുവാൻ തീരുമാനിച്ച മാനേജ്മെന്റിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അതിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാനുള്ള മനസ്സോടുകൂടി ഇരിക്കുന്ന കുട്ടികളെ ഉള്ള ആശംസ കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റാഗിംഗ് നമ്മൾ പല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കണ്ടുവരുന്നത് ഇതൊരു ഫണ്ണായി തുടങ്ങി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് മാറി വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് പോയി പലപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് മാറിപ്പോകുന്ന ഇത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഹറാസ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് റാഗിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഉടലെടുക്കുന്നത്. വളരെ റെയർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് സെയിം ബാച്ചിലുള്ള കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പക്ഷേ എന്തിലേക്ക് പോകുന്നത്, റാഗിംഗ് എന്ന കാറ്റഗറൈസേഷനിലേക്ക് എത്തിപ്പെടുന്നത്. വൈസ് പ്രിൻസിപ്പൽ ഗിരീശൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ രജുല പരിപാടിക്ക് നന്ദി പറഞ്ഞു. തുടർന്ന് അഡ്വക്കേറ്റ് ശാന്തിനിയുമായി വിദ്യാർത്ഥികൾ സംവാദം നടത്തി. പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെ പേരിൽ റാഗ് ചെയ്തു എന്ന്. കേസെടുത്തോ പോലീസുകാർ? കേസെടുത്തു അല്ലേ? എന്തിനാണ് ഈ കേസിന് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ഒരു കോളേജിലേക്ക് അയക്കുമ്പോൾ എൻ്റെ കുട്ടി ഇന്നേ ഡിഗ്രി എടുത്ത് നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലി ചെയ്യണമെന്ന് അല്ലെങ്കിൽ ജോലി നേടണമെന്ന് ഒരാഗ്രഹമുണ്ടാവും. ആ ആഗ്രഹത്തിനെതിരെയാണ് ഈ റാഗിംഗ് എന്ന് പറയുന്നത് അല്ലേ. മാനസികവും ശാരീരികവുമായ ഉപദ്രവം. ഷർട്ടിൻ്റെ ബട്ടൺ അയക്കാൻ മാത്രമല്ല, നേരത്തെ ഇവിടെ സബ് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ ഒരു പാട്ട് പാടാനോ ഒരു ഡാൻസ് ചെയ്യാനോ നിർബന്ധിക്കുന്നത് പോലും. ഈ പാട്ട് പാടാൻ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ്സിൽ മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് സ്വമേധയാ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മറ്റ് ആരാണോ നിങ്ങളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്, അത് ഏത് ആക്ട് ആയാലും അത് റാഗിംഗ് ആണ്. അല്ലാതെ ഡാൻസ് പാട്ട് എന്ന സ്പെസിഫിക് വേർഡ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല.